ഹായ്, ഗുഡ് ഈവനിങ്. നമ്മളൊരു ഡിഫറെൻറ്റ് ഫിഷിങ്ങിനെത്തിയേക്കുക. ഇന്ന് വലിയ മീനിൻ്റെ ടാർഗറ്റില്ല, എല്ലാം ചെറിയ മീനുകളെ. വലുത് കിട്ടിയാൽ നമ്മളത് ലക്ക് എന്ന് മാത്രം പറയാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഷിമാനോ നാസ്കിയുടെ 500 സൈസ് റീല്, ലൈന് YGKയുടെ ഡീപെറ്റിൽ സോഫ്റ്റ് 2LBയുടെ ലൈനാണ്. അജിക്കിൻ്റെ ലൈനാണ്, ബ്രൈഡ് ലൈൻ അല്ല. നമ്മുടെ മുടിനാര് പോലെ സോഫ്റ്റ് ലൈൻ. കൂടുതലും സോഫ്റ്റ് വെയ്റ്റും കാര്യങ്ങൾ യൂസ് ചെയ്യാൻ ചെറിയ 5 ഗ്രാം 2 ഗ്രാമിൻ്റെ ജിഗ്, ചെറിയ 1 ഗ്രാമിൻ്റെ 2 ഗ്രാമിൻ്റെ സോഫ്റ്റ് വെയ്റ്റ് പ്ലേ ചെയ്യാനായിട്ട് സൂപ്പറാണ്. നമ്മൾ ഇതൊരു എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. ജസ്റ്റ് ട്രൈ നോക്കാം. യൂസ് ചെയ്യുന്നത് അഗിയുടെ സോഫ്റ്റ് വെയ്റ്റ്, ടൂർ ഫാക്ടറിയുടെ യൂസ് ചെയ്യുന്നത്. സ്നാപ്പർ വിഭാഗത്തിൽപ്പെട്ട മീനുകൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗിയറാണിത്. ചെറിയ സോഫ്റ്റ് വെയ്റ്റാണ്. എല്ലാ സ്പോട്ട്, അതുപോലെ തന്നെ ചെറിയ ഷേരി, മാംഗ്രോ ജാക്ക്, സീ ബ്രീം, ഇതൊക്കെ നല്ല റിസൾട്ട് ഉണ്ടാവും. ഇതിൽ നല്ല റിസൾട്ട് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. വെള്ളത്തിനടി ജസ്റ്റ് വലിയ പ്ലേ ഒന്നും വേണ്ട, ജസ്റ്റ് വെള്ളത്തിനടിയിലിട്ടിരുന്ന് ചെറിയ കറണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ടൈൽ കണ്ടോ, ഈ അനക്കത്തിൽ മീൻ ബൈറ്റ് ചെയ്യും. കാര്യം വെച്ച് കഴിഞ്ഞാൽ സീ ബ്രീം പോലുള്ള മീനുകൾ കൂടുതൽ ഇതുപോലെ പുഴു, കക്ക അതുപോലുള്ള ഐറ്റംസിനെ ബൈറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഈ ചെറിയൊരു പ്ലേയിൽ മീനെ ബൈറ്റ് ചെയ്യും. നന്നായിട്ട് കയറി വെള്ളത്തിനടിയിലിട്ടൊരു ചെറുതായിട്ടൊന്ന് പ്ലേ ചെയ്താൽ മതി. ചെറിയൊരു 1 ഗ്രാമിൻ്റെ ഒരു ജിക്കെട്ട് എടുക്കണം, 1-2 ഗ്രാം. ചെറിയ ജിക്കെട്ടിൽ ചെറിയ പ്ലേ കൊടുക്കുക. ഈ ടൈൽ ഇങ്ങനെ അനങ്ങുന്ന കൂട്ടത്തിൽ ഫിഷ് ബൈറ്റ് ചെയ്യും. അത് സീ ബ്രീം പോലത്തെ മീനുകളുണ്ടല്ലോ, സാധാരണ നമ്മൾ വെള്ളത്തിൽ കാണാം. ഈ ഡബിൾ ബാർ ബ്രീം ഇതൊന്നും നോർമലി ബൈറ്റ് ചെയ്യത്തില്ല. നോർമലി ജിക്കിൽ ബൈറ്റ് ചെയ്യുന്ന അപൂർവമായിട്ട് ബൈറ്റ് ചെയ്യത്തുള്ളൂ. അങ്ങനെയുള്ള മീനുകൾക്ക് ഇതുപോലുള്ള ചെറിയ ഷാഡുകൾ, സോഫ്റ്റ് വെയ്റ്റുകൾ, ഈ ടൂർ ഫാക്ടറി അതുപോലെ തന്നെ സീമാൻ്റെ ഷാഡുകൾ, ഇതൊക്കെ നല്ല രീതിയിലുള്ള എഫക്റ്റ് ചെയ്യും. ജസ്റ്റ് ട്രൈ നോക്ക്. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ നോക്കാം. ബാക്കി കിട്ടിയാൽ വീഡിയോ കാണിക്കാം. കണ്ടോ, ചെറിയ മീനുകളെ, അതായത് ഇതുപോലത്തെ ബ്ലാക്ക് സ്പോട്ട് സ്ട്രാപ്പേഴ്സ്, നൈസർ, ഇതുപോലുള്ള ചെറു മീനുകളെ ഈസി ആയിട്ട്, അതായത് എല്ലാ ഫിഷിംഗ് മെത്തേഡും ഇഷ്ടപ്പെടുന്നവർക്ക് പെട്ടെന്ന് നമുക്ക്, ഹെവി ഫിഷുകളെ മാത്രം പിടിക്കുന്നവർക്ക് വലിയ താല്പര്യം നോക്കില്ലായിരിക്കും. പക്ഷെ ചെറു മീനുകളെയൊക്കെ പിടിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് തന്നെ ഇതുപോലുള്ള സ്നാപ്പറുകളെ പിടിക്കാൻ, ചെറിയ ഷേരി പിടിക്കാൻ, അങ്ങനെയുള്ളവർക്ക് ഈ സെറ്റപ്പ് അടിപൊളിയാണ്. നമുക്ക് റിലീസ് ചെയ്യുകയാണ്, ആവശ്യമില്ല. അതായത് വെറൈറ്റി സാധനം കിട്ടും, നമുക്ക് നോക്കാം. അജിക്കിൻ്റെ ലൈനിൽ നമ്മൾ ഫ്ലൂറോ ആഡ് ചെയ്തിട്ടില്ല. 2LB ഉള്ളതുകൊണ്ട് ഫ്ലൂറോ ആഡ് ചെയ്തിട്ടില്ല. ഫ്ലൂറോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സേഫ്റ്റിയാണ്, കല്ലിലരച്ച് പൊട്ടത്തില്ല. അല്ലെങ്കിൽ 2LB ആണ്ട് ഇത് അത്യാവശ്യം കല്ലിനോട് ചേർന്നുള്ള മീനുകൾ അടിക്കുമ്പോഴത്തേക്കും കല്ലിലറിഞ്ഞ് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. മിനിമം ഒരു 4 LBയുടെ ഫ്ലൂറോ വേണ്ടി വരും, നല്ല ആക്ഷൻ ശരിയാകും.
ഫ്ലൂറോ ഇട്ടിട്ടില്ല, ഇപ്പോൾ ലൈം മാത്രമേ ഉള്ളൂ. ശാലമായിട്ടുള്ള ഏരിയകളിലാണ് ഏറ്റവും ബെറ്റർ ഇത് ഫിഷ് ചെയ്യാനായിട്ട്. അതുപോലെ റോക്കി ആയിട്ടുള്ള ഏരിയകളിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഫിഷിങ് ഒരു ഫണ്ണായിട്ട് മാത്രം നമുക്ക് ഇത് എന്താ പറയുക, ചെറിയൊരു മീനിൻ്റെ ആണെങ്കിൽ ഫൈറ്റ് എൻജോയ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അടിപൊളിയായിരിക്കും. അവർക്ക് ഇതെന്താണെങ്കിലും ഇഷ്ടപ്പെടും. സ്ട്രൈക്ക് പോയി. സൈസ് അടിച്ച മീൻ അടിച്ചാലും കീറുമൊക്കെ ചെയ്യും, കയറാതിരിക്കത്തില്ല. പക്ഷെ ക്ഷമ വേണം, നല്ല ടൈം എടുത്ത് നമ്മൾ ലാൻഡ് ചെയ്യിക്കേണ്ട ഒരു മീനെ. കല്ലുള്ള ഏരിയകളിൽ റിസ്ക് കൂടുതലാണ്. നല്ല അടി കിട്ടുന്നുണ്ട്, പക്ഷേ ചെറിയ മീനാണ്. സോക്ക് ബൈറ്റ് ചെറുതായതുകൊണ്ട് ഈ ചെറിയ ചെറിയ മീനുകളെല്ലാം കയറി പിടിക്കും. ചെറിയ ശേരിയുടെ കുഞ്ഞ. ഇതൊരു ഫണ്ണ് മാത്രമാണ്, അല്ലാണ്ട് നമുക്ക് സേഫായിട്ട് ഊരിയെടുക്കാം. ഈ ജസ്റ്റ് ഇതിങ്ങനെ അനങ്ങുമ്പോഴത്തേക്കും അടിയിൽ അനങ്ങുമ്പോൾ ഇവർ കയറി പിടിക്കും. പിന്നെ സേഫായിട്ട് വിടാം. കണ്ടോ, ചെറിയ ശേരിയുടെ കുഞ്ഞ. റിലീസ് ചെയ്യുക. ഇതുപോലുള്ള വെറൈറ്റി ഒരുപാട് മീനുകൾ ഇതിലടിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതുണ്ടല്ലേ, ജസ്റ്റ് ഒരു ഈ പ്ലേയിൽ വെള്ളത്തിനടിയിൽ കറണ്ട് ഉണ്ടപ്പോഴത്തേക്കും നല്ല ഒഴുക്കും കറണ്ടും ഒക്കെ ഉള്ള സമയത്ത് ഈ ജസ്റ്റ് ഈ പ്ലേയിൽ മീൻ അടിക്കും കയറിയിട്ട്. നമ്മൾ പ്രത്യേകിച്ച് പ്ലേ ഒന്നും കൊടുക്കണ്ട, ഈ അനക്കത്തിൽ തന്നെ മീൻ കയറിയിട്ട് കൊത്തിയെടുക്കും. അതിനുള്ള ബൈറ്റാന്ന് ഓർത്തിട്ട്. ലൈൻ കണ്ടല്ലോ, ഇത്രേ ഉള്ളൂ ലൈൻ. ഒരു വലി വലിച്ചാൽ പൊട്ടിപ്പോകും ലൈൻ. ഫ്ലൂറോ കാർബൺ ആഡ് ചെയ്തിട്ടില്ല. ഫ്ലൂറോ വേണ്ടവർക്ക് ഫ്ലൂറോ ആഡ് ചെയ്യാം. ഒരു 4 LBയുടെ ഫ്ലൂറോ ആഡ് ചെയ്യേണ്ടി വരും. ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടില്ല, ഫ്ലൂറോ എനിക്ക് അവൈലബിൾ ആയിട്ട് എത്തിയിട്ടില്ല. അത് കാരണം ഞാൻ സാധാ അതിൽ തന്നെ ഇട്ടേക്കുന്നത്. ഒരു 1 ഗ്രാമിൻ്റെ ജിഗഡ യൂസ് ചെയ്തേക്കുന്നത്. നോക്കാം വേറെ എന്തെങ്കിലും കിട്ടുമെന്ന്. ചെറിയ സ്നാപ്പറിൻ്റെ കൂട്ടമുണ്ട്, അത് നല്ല അടി അടിക്കുന്നുണ്ട്. വേറൊന്നിനും ബൈറ്റ് ചെയ്യാനുള്ള ടൈം കൊടുക്കുന്നില്ല.
ബ്ലാക്ക് സ്പോട്ട് സ്നാപ്പർ ഉണ്ടല്ലോ, നൈസർ കണ്ടമാനമുണ്ട്. ഫിഷ് നോർമലി ഭയങ്കര അഗ്രസീവ് ആയിട്ട് വേറെ മീനുകൾക്ക് ബൈറ്റ് ചെയ്യാനുള്ള ടൈം കൊടുക്കുന്നില്ല. വീണ്ടും സെയിം നൈസർ അടിച്ചേക്കുന്നത്. ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള മീനാണ്. ഒരുമാതിരിപ്പെട്ട എന്ത് കണ്ടാലും അപ്പം കയറി അടിക്കും. അങ്ങനെ കളർ കണ്ടോ, ഇതിനാണ് ബ്ലാക്ക് സ്പോട്ട് എന്ന് പറയുന്നത്. പുള്ളിയുടെ ദേഹത്ത് അല്ലേ ഒരു സ്പോട്ടുണ്ട് ബ്ലാക്കിൻ്റെ. നല്ല ടേസ്റ്റുള്ള മീനാണ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, റിലീസ് ചെയ്തു. നമുക്ക് ആവശ്യമില്ല, ഇന്ന് ഫുള്ള് ക്യാച്ചർ റിലീസാണ്. മെനക്കെടുവാണ് നമുക്ക് എത്ര വേണമെങ്കിലും ബ്ലാക്ക് സ്പോട്ട് എത്ര വേണമെങ്കിലും പിടിക്കാൻ പറ്റും നൈസർ. നമ്മൾ വേറെ ഫിഷിനെ കൂടെ ടാർഗറ്റ് ചെയ്തേക്കുന്നത് നമ്മൾ അതിനത്ര കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. സൈഡിലെത്തുമ്പോൾ എന്താണുള്ളത് ഇതിൽ അടിക്കും. അതടിക്കാതെയാണ് നമ്മൾ മാക്സിമം ഫിഷിങ്. സെയിം നൈസർ കൂട്ടായിട്ട് നിൽക്കുന്ന സമയത്ത് മറ്റുള്ള മീനുകൾ അധികം ബൈറ്റ് ചെയ്യാൻ വരത്തില്ല. കാര്യം ഇത് കൂട്ടായിട്ട് എപ്പോഴും അറ്റാക്ക് ചെയ്യുന്നത്. അടുത്ത വെറൈറ്റി ഫ്ലാറ്റഡ്. കുറച്ച് ഡേഞ്ചറാണ്. അവനെ പിടിച്ചത് നോക്കി പിടിച്ചില്ല, കൈക്ക് കുത്ത് കിട്ടും. നല്ല അവൻ്റെ തലയുടെ രണ്ട് സൈഡിലും രണ്ട് കൊമ്പുണ്ട്. അതിന് കുത്ത് കിട്ടിക്കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കും. ഇതുപോലുള്ള സോഫ്റ്റ് വെയിറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുള്ള വെറൈറ്റി ക്യാച്ചസ് നമുക്ക് ഒരുപാട് കിട്ടും. ഇതുണ്ടോ ഹുക്കയക്കുന്നത്. സേഫായിട്ട് ഊരി വിടണം. കൂടെ എൻ്റെ കൈയും സേഫ് ആക്കണം. കാണാമെന്ന് അറിയത്തില്ല. ഇവൻ്റെ കൊമ്പ് കണ്ടോ, സൈഡിൽ രണ്ട്, ഈ തലയുടെ ഈ രണ്ട് സൈഡിലും ഇതൊരു കൊമ്പാണ്, ഈ സൈഡിലും ഒരു കൊമ്പുണ്ട്. ഈ രണ്ട് കൊമ്പും നല്ല പോയിസണാണ്. കുത്തിക്കഴിഞ്ഞാൽ നല്ല കിട്ടും.
അത് സേഫായിട്ട് പോയിട്ടുണ്ട്. നമുക്കിനി സൈഡൊന്ന് മാറ്റി പിടിച്ച് നോക്കാം. ഇവിടെ ഫുള്ള് നൈസറാണ്, വേറൊരു മീനെ അടിക്കാൻ സമ്മതിക്കുന്നില്ല. കുറച്ചങ്ങോട്ട് മാറ്റി വെക്കാം. ജസ്റ്റ് അടിച്ചത് പോയി. നല്ല എത്ര വെറൈറ്റി സാധനങ്ങൾ അടിക്കുന്നത് നോക്കി. ചെറിയ ജഷ് എല്ലാം എന്താ ഈ ഒരു സാധനത്തിൽ അടിക്കുന്നത്. പ്രത്യേകിച്ച് പണിയൊന്നും നമ്മൾ എടുക്കണ്ട, ചെറിയൊരു ആക്ഷൻ കൊടുത്താൽ മതി. ആ ജിങ്കിങ്ങിലെ ആദ്യത്തെ ദിവസം ഓക്കെ നമ്മൾ റിലീസ് ചെയ്യണം. കാര്യം ഒത്തിരി ചെറുതാണ്, അതൊക്കെ പോയി വളർന്നു വരുന്നതാണ്. അടുത്ത ട്രൈ ചെയ്യാം. വീഡിയോ വെച്ചിട്ടുണ്ട്. അമൂറിന് പോയി. ഇന്നത്തെ 4ാമത്തെ വെറൈറ്റി. ചെറിയ ഗ്രൂപ്പർ എന്താ അത് ഷാഡ് മൊത്തത്തിൽ അണ്ണാക്കിപ്പോയി. തുറക്കടേ വാ. ചെറിയ സൈസാണ്. നമുക്ക് വളർന്ന് വലുതായി വരണ്ട, സേഫായിട്ട് റിലീസ് ചെയ്യാം. എൻ്റെ ലൈൻ നശിപ്പിച്ചോട്ടോ. ലൈൻ മൊത്തം വായിപ്പോയി. ഇനി ആ ലൈൻ കട്ട് ചെയ്യാതെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പല്ലിനിടയ്ക്ക് കയറി കുടുങ്ങി ലൈൻ. ഓക്കെ വിട്ടേക്കാം.